ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ചിട്ട് എങ്ങനെ അട ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് അതിനായിട്ട് ഞാൻ മത്തങ്ങ കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ തൊലി പൊളിഞ്ഞെടുത്ത് കഴുകി എടുത്ത് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു വിസിലടിക്കട്ടെ. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം കേട്ടോ. നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചാണ് പ്രത്യേക ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർത്തേക്കുന്നത് കേട്ടോ. നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കത് കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അട പല രീതിയിൽ ഉണ്ടാക്കാമല്ലോ. ചക്ക അട ഉണ്ടാക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് അട ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് നോക്കണം കേട്ടോ എല്ലാവരും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ. ഒരു വലിയ മുറി തേങ്ങ ഇട്ട് എടുത്തേക്കുന്നത്. പിന്നെ ശർക്കര ആവശ്യമുണ്ട്. നമുക്ക് ഉരുക്കിയെടുക്കണം ഒരു ശർക്കര. അത് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തിട്ടോ. ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ മത്തങ്ങാട. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന ശർക്കര പാനി കേട്ടോ. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒരു വലിയ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇതെന്താ ചേർത്തേക്കുന്നത്? നമുക്ക് ഇത് നമ്മുടെ പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ പൊടിയായിട്ടോട് ചേർത്ത് കൊടുത്തേക്കുന്നേ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. കുറച്ചും കൂടി അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് ഓരോ ഇലയിലേക്ക് ചൂടാറിയിട്ട് നിങ്ങൾ എടുക്കണ്ട. ഞാനിപ്പോൾ ചൂടോടെ എടുക്കണം. അതാണ് സ്പൂണും കൂടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കൈ കൊണ്ട് പരത്തുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിക്കിരിക്കും. ഞാനിപ്പോൾ ചൂടായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്, സ്പൂൺ കൊണ്ട് എടുക്കുന്നത്. വാഴയിൽ തന്നെ നമ്മൾ ഇത് അട വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാം നമ്മുടെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമുക്ക് അതിനിടയ്ക്ക് നമ്മൾ ഇഡ്ഡലി പാത്രം നമ്മൾ ചൂടാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. നമുക്ക് അതിലേക്ക് ഈ അട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പറല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റ് ലൈക്ക് തന്നെ കേട്ടോ. ഷെയർ ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.